നഗരം അനുദിനം വളരുകയാണ്. വിഴിഞ്ഞം തുറമുഖവും സ്മാർട്ട് റോഡുകളും ഒക്കെയായി നഗരം വികസന കുതിപ്പിലാണ്. ഒപ്പം വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് നിലവിലെ നഗരസഭ ഭരണസമിതി തിരിച്ചറിയുകയും നഗരത്തിലെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ അത്യാവശ്യമായതുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനങ്ങൾ പരമാവധി ഇടങ്ങളിൽ ഒരുക്കിയിരിക്കുകയുമാണ്. നിലവിലെ ഭരണസമിതിയുടെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം മൾട്ടി ലെവൽ പാർക്കിങ്ങുകൾ ഒരുക്കുവാൻ സാധിച്ചത്. ഇത് നമ്മുടെ നഗരത്തിന്റെ ഭാവിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ നഗരസഭയുടെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. മ്യൂസിയം ഭാഗത്തേക്ക് വരുന്നവർക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് ഉപയോഗിക്കാവുന്നതാണ്. ഒരേ സമയം 102 കാറുകളാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് സാഫല്യം കോംപ്ലക്സിന് തൊട്ടടുത്തുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലോട്ടാണ്. തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16.2 കോടി രൂപ ചിലവഴിച്ചാണ് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. 300ഓളം കാറുകളും 120ഓളം ഇരുചക്ര വാഹനങ്ങളും ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഇതിനകത്തുണ്ട്. ഈ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ ലൊക്കേഷൻ വരുന്നത് പാളയം സാഫല്യം കോംപ്ലക്സിന്റെ തൊട്ടു പിന്നിലാണ്. ഇതാണ് തമ്പാനൂരുള്ള നമ്മുടെ മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ്. തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി ഏകദേശം 18.89 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 400 ഇരുചക്ര വാഹനങ്ങളും 20 കാറുകളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. വളരെ മിതമായ നിരക്കാണ് പാർക്കിങ്ങിന് ഈടാക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടും KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് അടുത്തായിട്ടുമാണ് വരുന്നത്. ഇതാണ് പുത്തരിക്കണ്ടത്തുള്ള നമ്മുടെ അടുത്ത മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോംപ്ലക്സ്. തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി 19.47 കോടി രൂപ മുടക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 210 കാറുകളാണ് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് പവർ ഹൗസ് റോഡിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിന്റെ തൊട്ടെതിർവശത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല വാണിയംകുളത്താണ്. ഇവിടെയാണ് നമ്മുടെ നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ പോകുന്ന അടുത്ത മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം വരാൻ പോകുന്നത്. ചാല മാർക്കറ്റിലേക്ക് ചരക്കുകളുമായി വരുന്ന ലോറികളെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഒരുങ്ങുന്നത്. ഒരേ സമയം 100 കാറുകളും 15 ലോറികളും 42 ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കൂടാതെ 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു കൊമേഴ്സ്യൽ സ്പേസും കൂടി ഇവിടെ ഒരുങ്ങുന്നതാണ്. ഇതിന്റെ ആകെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് 21.24 കോടി രൂപയാണ്. ഈ മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭഘട്ടത്തിലാണ്. ചെന്നിട്ടിൽ നിന്നും പവർ ഹൗസ് റോഡിലോട്ട് വരുമ്പോൾ ഇടതുവശത്ത് പഴയ ലോറി താവളമാണ് ലൊക്കേഷൻ. മെഡിക്കൽ കോളേജിൽ വരുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പാർക്കിംഗ് തന്നെയല്ലേ. അതിനൊരു പരിഹാരവുമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.54 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോംപ്ലക്സ്.
ഇതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 210 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മെഡിക്കൽ കോളേജിനകത്ത് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത്.